നമസ്കാരം. ഇവിടെ സാധാരണക്കാർക്ക് കുടിക്കാൻ പോലും വെള്ളമില്ല. പക്ഷെ കുത്തകകൾക്ക് എല്ലാം സർക്കാർ നൽകും. പാലക്കാട് ജില്ലയിൽ പുതുതായി അനുമതി നൽകിയ മദ്യ കമ്പനിക്ക് സർക്കാർ തന്നെ വെള്ളവും നൽകും. കമ്പനിക്ക് ആവശ്യമായ മുഴുവൻ ജലവും നൽകാമെന്ന് ജില്ലാ അതോറിറ്റി സമ്മതിച്ചിട്ടുണ്ടെന്ന് പദ്ധതിക്കുള്ള ശുപാർശയിൽ എക്സൈസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതടക്കം ഉൾപ്പെടുന്നതാണ് സർക്കാർ ഉത്തരവ്. ഒയാസിസ് കൊമേഴ്ഷ്യൽ എന്ന കമ്പനിക്കാണ് മദ്യനിർമ്മാണത്തിന് അനുമതി നൽകിയത്. ഭൂഗർഭജലം ആവശ്യമില്ലെന്ന് കമ്പനി നൽകിയ പദ്ധതി രേഖയിലുണ്ട്. മഴവെള്ളം ശേഖരിക്കാനാണ് ആലോചന. ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യനിർമ്മാണ യൂണിറ്റ് ആണ് വരുന്നത്. 16 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ളതാണ് ആദ്യത്തെ യൂണിറ്റ്. വർഷത്തിൽ 330 ദിവസം പ്രവർത്തിക്കാനുള്ള അനുമതിയും സർക്കാർ ഉത്തരവിൽ നൽകിയിട്ടുണ്ട്. എത്ര ലിറ്റർ വെള്ളം വേണമെന്നത് വ്യക്തവുമല്ല. പഞ്ചായത്ത് പദ്ധതിയെ എതിർക്കും. എന്നാൽ ഇത് സർക്കാർ വകവയ്ക്കില്ല. സർക്കാർ ഇക്കാര്യത്തിൽ എല്ലാ അനുമതിയും നൽകും. കഞ്ചിക്കോട് വ്യവസായ മേഖലയോട് ചേർന്നാണ് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലെ 6-7 വാർഡുകൾ ഉൾപ്പെടുന്ന മണ്ണുക്കാട് പ്രദേശം. ഭൂഗർഭജല വിതാനം ആശങ്കാജനകം എന്ന് കണ്ടെത്തിയിട്ടുള്ള ചിറ്റൂർ ബ്ലോക്കിൽ ഉൾപ്പെടുന്നതാണ് ഈ പഞ്ചായത്ത്. തൊട്ടടുത്തുള്ള പുതുശ്ശേരി മേഖലയിലും ഭൂഗർഭജല വിതാനം ഗുരുതരമായി താണ അവസ്ഥയിലാണ്. വ്യവസായ മേഖലയോട് ചേർന്ന് കൈവശമുള്ള 24 ഏക്കർ ഭൂമിയിൽ ബ്രൂവറിക്ക് അനുമതി തേടിയാണ് സ്ഥാപനം അപേക്ഷ നൽകിയിരുന്നത്. പാലക്കാട് കിൻഫ്ര പാർക്കിൽ ജല അതോറിറ്റി തുടങ്ങുന്ന പ്ലാന്റിൽ നിന്നാണ് കമ്പനിക്ക് വെള്ളം നൽകുക. വ്യാവസായിക നിരക്ക് ഈടാക്കും. മലമ്പുഴ അണക്കെട്ടിൽ നിന്നാണ് ഇവിടേക്ക് വെള്ളം എത്തിക്കുന്നത്. വെള്ളം നൽകുന്നതിനുള്ള പ്ലാന്റിന്റെ പ്രാരംഭ പ്രവർത്തികളും തുടങ്ങിക്കഴിഞ്ഞു. അതായത് ഒയാസിസ് വെള്ളം കൊടുക്കാൻ സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് പ്ലാന്റ് ഉണ്ടാക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ 12.5 ദശലക്ഷം യൂണിറ്റ് ശേഷിയുള്ള ശുദ്ധീകരണശാലയാകും തുടങ്ങാനിരിക്കുന്നത്. സാധാരണക്കാരുടെ കുടിവെള്ള പ്രശ്നവും കൃഷിക്കാരുടെ ആവശ്യവും പരിഗണിക്കാത്ത സർക്കാരാണ് വൻകിടക്കാർക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു നൽകുന്നത്. ഏത് സാഹചര്യത്തിലും പദ്ധതിയുമായി മുൻപോട്ട് പോകും. കോള കമ്പനിയെ സമരം ചെയ്ത് ഓടിച്ചെടുത്ത് ജലമൂറ്റാൻ മറ്റൊരു കമ്പനിയെ കൊണ്ടുവന്നതിന്റെ യുക്തി മനസ്സിലാകുന്നില്ലെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും ചില ഉദ്യോഗസ്ഥരും മാത്രം ഒത്തുചേർന്നുള്ള തീരുമാനമാണിത്. വൻ അഴിമതി ഉണ്ടെന്നാണ് പ്രതിപക്ഷ നിലപാട്. ആദ്യം മദ്യനിർമ്മാണം, 2ാം ഘട്ടത്തിലെ സ്പിരിറ്റ് ഉണ്ടാക്കുന്നുള്ളൂ, 3ാം ഘട്ടത്തിൽ ബ്രാൻഡി, വൈനറി പ്ലാന്റും 4ാം ഘട്ടത്തിൽ ബ്രൂവറി പ്ലാന്റുമാണ് നിർമ്മിക്കുക. 600 കോടിയാണ് കമ്പനിയുടെ മുതൽ മുടക്ക്. 2 വർഷം മുതൽ കഞ്ചിക്കോട്ട് കമ്പനി 24 ഏക്കർ വാങ്ങിയിരുന്നു. മദ്യനിർമ്മാണമാണ് ലക്ഷ്യമിടുന്നതെന്ന വിവരം പരസ്യമാക്കിയിരുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഡൽഹി സർക്കാർ അഴിമതി ആരോപണത്തിൽ കുടുങ്ങിയ കേസിൽ ഉൾപ്പെട്ടതാണ് ഒയാസിസ് കൊമേഴ്ഷ്യൽ. പഞ്ചാബിൽ കുഴൽക്കിണറിലേക്ക് മാലിന്യം ഒഴുകിയെന്ന ആരോപണവും കമ്പനി നേരിട്ടിരുന്നു. 5 സംസ്ഥാനങ്ങളിൽ മദ്യനിർമ്മാണ യൂണിറ്റ് ഉണ്ട്. ഈ പ്രവർത്തന മികവ് മാത്രമാണ് പിണറായി സർക്കാർ കണക്കിലെടുക്കുന്നത്. മദ്യനയത്തിലെ സ്പിരിറ്റ് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്പനിയുടെ യോഗ്യത നോക്കി അനുമതി നൽകിയതെന്നുമാണ് ഔദ്യോഗിക ഭാഷ്യം.